Hi dear student, welcome back to the chapter 6. കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റുകളുടെ യൂണിയൻ എങ്ങനെ എടുക്കുക, ഇന്റർസെക്ഷൻ എങ്ങനെ എടുക്കുക, അതുപോലെ രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എങ്ങനെ കാണാം, അതുപോലെ കോംപ്ലിമെന്റ് എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെ. പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, യൂണിയന്റെ ഇന്റർസെക്ഷന്റെ, അതുപോലെ കോംപ്ലിമെന്റ് ഒക്കെ. ഇനി അടുത്തത് ഡി മോർഗൻസ് കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടി ഒക്കെ പറഞ്ഞില്ല, അതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടി ആണ് അത് ഡി മോർഗൻസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. എയും ബിയും രണ്ട് സെറ്റുകളാണ്. അവരുടെ യൂണിയന്റെ കോംപ്ലിമെന്റ് ഈക്വൽ ആണ് ആ രണ്ട് സെറ്റിന്റെയും കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഒരു ഡി മോർഗൻസ്. ഒന്നുകൂടെ, എയും ബിയും രണ്ട് സെറ്റുകളാണ്. ആ സെറ്റുകളുടെ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെറ്റുകളുടെയും കോംപ്ലിമെന്റിന്റെ യൂണിയൻ ആയിരിക്കും. ഇതാണ് ഡി മോർഗൻസ്. യൂണിയന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ യൂണിയൻ കോംപ്ലിമെന്റിന്റെ യൂണിയൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡി മോർഗൻസ്. പ്രോബ്ലം ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ. ലെറ്റ് u equal to 3, 7, 10, 13, 16, 30, 35. A equal to 3, 10, 30, 35 and B equal to 3, 7, 10, 16, 30. Prove that the De Morgan's law A union B whole complement equal to A complement intersection B complement. യൂണിവേഴ്സൽ സെറ്റ് തരും. യൂണിവേഴ്സൽ ഉണ്ടെങ്കിലേ കോംപ്ലിമെന്റ് കാണാൻ പറ്റുള്ളൂ. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ യൂണിവേഴ്സൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ തരണം. അതോടൊപ്പം ഈ യൂണിവേഴ്സലിന്റെ സബ് ആയിരിക്കണം പിന്നെ വരുന്ന സെറ്റുകൾ. ഇതിലുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം എയും ബിയും വന്നത്. ഓക്കെ, ഇതിലെ എലമെന്റ്സുകൾ വെച്ചിട്ടാണ് എയും ബിയും വന്നത്. ഇതൊക്കെ അതിന്റെ സബ്സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്റ് വരും. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് കാണണം, ബി കോംപ്ലിമെന്റ് കാണണം, അതിന്റെ ഇന്റർസെക്ഷൻ. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എ യൂണിയൻ ബി ഈക്വൽ എയുടെയും ബിയുടെയും യൂണിയൻ പറയും. എത്തെ എലമെന്റ്സും ബിത്തെ എലമെന്റ്സ് ചെയ്ത ആദ്യം നിരത്തി ചെയ്ത 3, 10, 30, 35. ഇതാണ് എ യൂണിയൻ ബിയിൽ ഈ എത്തെ എലമെന്റ്സ്. ഇനി അതുപോലെ ബിത്തെ കോംപ്ലിമെന്റ് ചെയ്ത 3, 7, 10. 3 വന്നിട്ട് 7 വന്നിട്ടില്ല, 10 ഇവിടെ ഉണ്ട്. പിന്നെ 16, 30. 16 വന്നിട്ടില്ല, 30 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അവസാനിച്ചു. ഇതാണ് എ യൂണിയൻ ബി അല്ലെ. ഒരു സെറ്റ് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കുന്ന രണ്ട് സെറ്റ് എലമെന്റ്സ് ഒന്നിച്ചൊരു സെറ്റിൽ എഴുതുക. കോമൺ എലമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇതാണ് എയുടെയും ബിയുടെയും യൂണിയൻ. ഓക്കെ, എ യൂണിയൻ ബി ഇതാണെങ്കിൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ഇതല്ലേ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതുണ്ടാവും ഈക്വൽ. ഇത് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ തുടങ്ങുക ഇതിന്റെ LHS. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് LHS ഈക്വൽ ടു എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ യൂണിവേഴ്സിൽ നിന്നും ഒഴിവാക്കുക. യു മൈനസ് ദാറ്റ് സെറ്റ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്നും എ യൂണിയൻ ബിയുടെ എലമെന്റ്സ് ഒഴിവാക്കുക. സോ സെറ്റ് ഈ എലമെന്റ്സ് യൂണിവേഴ്സിൽ നിന്ന്, അതായത് യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സിൽ നിന്നും ഇതിനെ ഒഴിവാക്കും. എഴുതേണ്ടത് ഇവരെല്ലാവരുമാണ്. ഇതിലുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, 3 ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റില്ല. 7 ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റില്ല. 10 ഇവിടെ ഉണ്ട്, പറ്റില്ല. 13 ഇവിടെ ഇല്ല, അപ്പോ എഴുതാം. പിന്നെ 16 ഇവിടെ ഉണ്ട്, 30 ഇവിടെ ഉണ്ട്, 35 ഇവിടെ ഉണ്ട്. അപ്പോ എ യുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിലില്ലാത്ത ഇതിലുള്ളവ. ഓക്കെ, സോ ഈക്വൽ ടു സെറ്റ് 13. ഇതാണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കാണെങ്കിൽ എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടാം. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എയുടെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഏത് എലമെന്റ്സ് ഒഴിവാക്കുക, യൂണിവേഴ്സലിൽ നിന്നും ഏത് എലമെന്റ്സ് ഒഴിവാക്കുക, ഏതില്ലാത്ത യുവിലുള്ള ആളുകൾ.
ഇവിടുന്നും ഇത് ഒഴിവാക്കും. ഓക്കെ, യൂണിവേഴ്സൽ എലമെന്റ്സിന് ഏതാ ഇതിലുണ്ടെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ കോംപ്ലിമെന്റ് ഇല്ല. 3 7 10 3 ഉണ്ട്, 7 ഇല്ല, അപ്പൊ 7 എഴുതണം. 10 ഇവിടെ ഉണ്ട്, 13 ഇവിടെ ഇല്ല, അതുകൊണ്ട് എഴുതണം. 16 ഇവിടെ ഇല്ല, അതുകൊണ്ട് എഴുതണം. 30 ഇവിടെ ഉണ്ട്, 35 ഇവിടെ ഉണ്ട്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് കാണാം. ബി കോംപ്ലിമെന്റ് എന്നാൽ ബിത്തെ എലമെന്റ്സിനെ യൂണിവേഴ്സിൽ ഒഴിവാക്കും. യൂണിവേഴ്സിലെ എല്ലാ എലമെന്റ്സും എഴുതാം, ബി ഉണ്ടെങ്കിൽ ഒഴിവാക്കും അല്ലെ. സോ 3 ഇവിടെ ഉണ്ട്, പറ്റില്ല. 7 ഇവിടെ ഉണ്ട്, പറ്റില്ല. 10 ഇവിടെ ഉണ്ട്, പറ്റില്ല. 13 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല, അപ്പൊ എഴുതാം. 16 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, പറ്റില്ല. 30 ഇവിടെ ഉണ്ട്, 35 ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എഴുതാം. ഇതാണ് എ കോംപ്ലിമെന്റ്, ഇതാണ് ബി കോംപ്ലിമെന്റ്. ഇനി നമുക്ക് ഇതാ എന്നെ പ്രൂവ് ചെയ്യേണ്ടത് ഇതിന്റെ റൈറ്റ് സൈഡ് തുടങ്ങും. RHS എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റിനും ബി കോംപ്ലിമെന്റിനും കോമൺ ആയിട്ട്. ഇതാണ് എ കോംപ്ലിമെന്റ്, ഇതാണ് ബി കോംപ്ലിമെന്റ്. ഇതിലും കോമൺ ആയിട്ടുള്ള 7 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 13 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, രണ്ടിലും ഉണ്ട്. ഓക്കെ, 16 അവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അതുകൊണ്ട് രണ്ടിനും കോമൺ എലമെന്റ്സ് സെറ്റ് ഏതാ 13 മാത്രം. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അത് സെറ്റ് 13 ആണ്. റൈറ്റ് സൈഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്, അതിന്റെ സെറ്റ് 13 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. 1 equal to 2 ആണ്. Equation 1 equal to equation 2. Therefore, A union B whole complement equal to A complement intersection B complement is proved. Okay. Next question. Let U equal to set 1, 2, 3, 4, 5, etc. 10. A equal to set 2, 6, 8, 9, 10. And B equal to 1, 3, 6, 9. Prove that A intersection B complement equal to A complement union B complement. ഇത് മറ്റേ ഡി മോർഗൻസ് ആണ്. നേരത്തെ നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്തു, ഇനി ഈ ഡി മോർഗൻസ് പ്രൂവ് ചെയ്തു. യൂണിവേഴ്സൽ ഉണ്ട്, ഇതിന്റെ സബുകളായിരിക്കും എയും ബിയും, നമുക്ക് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമ്മള് എ ഇന്റർസെക്ഷൻ ബി കാണണം, എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണണം, പിന്നെ എ കോംപ്ലിമെന്റ് കാണും, ബി കോംപ്ലിമെന്റ് കാണും, യൂണിയൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ലെഫ്റ്റ് സൈഡില് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണെങ്കിൽ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണും. സോ വി സ്റ്റാർട്ട് വിത്ത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എയിലും ബിയിലും കോമൺ അല്ലേ, 2, 6, 8, 9, 10. രണ്ടും കോമൺ ചെയ്തത് 2 അതില്ല, 6 അവിടെ ഉണ്ട്, 8 അവിടെ ഇല്ല, 9 രണ്ടിലും ഉണ്ട് അല്ലെ, 10 ഇല്ല. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 6, 9. ഇതാണ് എ ഇന്റർസെക്ഷൻ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണാം. അങ്ങനെയാണെങ്കിൽ LHS എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഇതല്ലാത്തത് മുഴുവൻ യൂണിവേഴ്സിന്റെ, ഇതല്ലാത്തത് മുഴുവൻ ചെയ്ത യുവിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും ഇത് ഒഴിച്ച് ചെയ്ത 1 മുതൽ 10 വരെ യൂണിവേഴ്സൽ, അതിന്റെ 6ഉം 9ഉം ഒഴിവാക്കിയാൽ ബാക്കി ഉണ്ടാവും. സോ അതാ 1, 2, 3, 4, 5, 6 വേണ്ട, 7, 8, 9 വേണ്ട, 10. യൂണിവേഴ്സിൽ നിന്നും ഇതാണ് ഒഴിവാക്കിയാൽ കിട്ടും. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ നമ്പർ 1. ഇനി എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കൂടി യൂണിയൻ എടുക്കാം. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഇതല്ലാത്തത് കൂടി യൂണിവേഴ്സിൽ നിന്നും ഇത് ഒഴിവാക്കും. 1 മുതൽ 10 വരെ യൂണിവേഴ്സിൽ, അത് ഇതല്ലാത്ത ഒഴിവാക്കും. 1 എഴുതണം, 2 ഇവിടെ ഉണ്ട്, 3 എഴുതണം, 4 ഇല്ല, 5 ഇല്ല, 6 ഇവിടെ ഉണ്ട്, 7 എഴുതണം, 8ഉം 9ഉം 10ഉം ഉണ്ട്. 1, 2, 3 ഇവിടെ, 4 ഇവിടെ, 5, 6, 7, 8, 9. ഇതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ഇതല്ലാത്തത് മുഴുവൻ യൂണിവേഴ്സൽ. 1 ഇവിടെ ഉണ്ട്, 2 ഇല്ല, 3 ഉണ്ട് വേണ്ട, 4, 5, 6 അവിടെ ഉണ്ട്, 7ഉം 8ഉം 9 അവിടെ ഉണ്ട്, 10. ഇതാണ് ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആയാൽ നമുക്ക് അതിന്റെ യൂണിയൻ എടുക്കാം. അതാണ് നമ്മുടെ റൈറ്റ് സൈഡ് അല്ലെ. സോ RHS ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. രണ്ടിന്റെ യൂണിയൻ എടുക്കാം. ഇവിടുന്ന് ഇതിന്റെ യൂണിയൻ എടുക്കാം. സോ 1 ഇവിടെ ഉണ്ട്, 3, 4, 5, 7. പിന്നെ ഇത് മുഴുവൻ 2 അവിടെ വന്നിട്ടില്ല, എഴുതണം. 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 8ഉം 10.
8 10. ഇതാണ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇനി ഇങ്ങോട്ട് നോക്കും. 1 2 3 4 ഇവിടെ ഉണ്ട് 1 2 3 4 5 7 8 5 7 8 10 ഇതിലുണ്ട്. ഈ എലമെന്റ്സുകൾ തന്നെയാണ് ഇത് തന്നെയാണ് അത് രണ്ടും സെയിം ആണ്. ഇക്വേഷൻ നമ്പർ 2 1 തന്നെയാണ്. ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 രണ്ടും സെയിം ആണ്. ദാറ്റ് ഈസ് ഈ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഈ റൈറ്റ് സൈഡ്. therefore a intersection b complement equal to a complement union b complement. hence the proof. okay ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഈ കുറച്ച് പ്രോബ്ലം ആണ്. അതിനു മുമ്പ് കുറച്ച് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞു. n of a union b equal to n of a plus n of b minus n of a intersection b. a b രണ്ട് സെറ്റുകളാണെങ്കിൽ a യൂണിയൻ b യും a intersection b യും രണ്ട് സെറ്റുകൾ തന്നെയായിരിക്കും. a യൂണിയൻ b യുടെ എലമെന്റ്സുകളുടെ എണ്ണം n of a എന്ന് പറഞ്ഞാൽ a എലമെന്റ്സുകളുണ്ട് അല്ലേ നമ്മൾ പഠിച്ചത്. n of a യൂണിയൻ b എന്ന് പറഞ്ഞാൽ a യൂണിയൻ b യുടെ എലമെന്റ്സുകളുടെ എണ്ണം അത് ഈക്വൽ ആണ് a എലമെന്റ്സുകളുടെ എണ്ണവും b എലമെന്റ്സുകളുടെ എണ്ണവും കൂട്ടിയതിനു ശേഷം ഇന്റർസെക്ഷനിലെ എലമെന്റ്സുകളുടെ എണ്ണം കുറച്ചു. റെഡി? നമുക്ക് കുറച്ചതായിട്ട് പറയാം. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എയും ബിയും ഒരു ബന്ധമില്ലാത്ത ഡിസ്ജോയിന്റ് ആണ്, ഇന്റർസെക്ഷൻ ഒന്നുമില്ല എങ്കിൽ അത്തരം കേസിൽ n ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? n ഓഫ് എ പ്ലസ് n ഓഫ് ബി ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷനും ഈ മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇങ്ങോട്ടും ഈ n ഓഫ് എ യൂണിയൻ ബി അങ്ങോട്ടും കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ യൂണിയൻ ബി. എയിലെ എലമെന്റ്സുകളുടെ എണ്ണം ബിയിലെ എലമെന്റ്സുകളുടെ എണ്ണം കൂട്ടിയിട്ട് യൂണിയനത്തെ എലമെന്റ്സുകളുടെ എണ്ണം കുറച്ചാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇന്റർസെക്ഷനിലെ എലമെന്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉണ്ടായ ഇക്വേഷൻ ആണ്. ഇനി എന്താണ് a ഈക്വൽ ടു 1 2 3 4 5 b equal to 4 5 6 9. എയിൽ 5 എലമെന്റ് ഉണ്ട്, ബിയിൽ 4 എലമെന്റ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവരുടെ യൂണിയൻ എടുക്കാതെ രണ്ടത്തെ എലമെന്റ്സ് ഒന്നും ചെയ്ത അപ്പൊ ഈ 5 എഴുതിട്ട് പിന്നെ 4 എഴുതണോ നോക്കും. ഈ 1 2 3 4 5 ശേഷം ഇത് എഴുതുമ്പോ ഇതും കോമൺ വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഏത് എഴുതുള്ളൂ? 6 9. അപ്പൊ ഒന്നുകിൽ 5 വരെ എഴുതിയിട്ട് പിന്നെ 6 9 വരെ. അതായത് 5 എലമെന്റ് ഇവിടെ ഉണ്ട്, ശരിക്ക് 4 എലമെന്റ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒന്നിച്ച് എഴുതിയാൽ 9 എലമെന്റ് വരണം. പക്ഷെ അതിൽ 2 എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റർസെക്ഷൻ, ഇതിന്റെ ഇന്റർസെക്ഷൻ ഏതൊക്കെ വരിക? കോമൺ ആയിട്ട് 4 5 രണ്ടാളില്ലേ, അതുകൊണ്ട് ആ 2 പോയാണ്. 5 എലമെന്റ് ഇവിടെയും 4 എലമെന്റ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിയൻ എടുത്താൽ ശരിക്കും 9 എലമെന്റ് വരണം. ആ 9ൽ നിന്നും 2 കോമൺ ആയതുകൊണ്ട് 2 കുറയും. 7 എലമെന്റ് യൂണിയൻ ഉണ്ടാവും. കാരണം എന്താ? 5 എഴുതിയിട്ട് പിന്നെ 4 എഴുതുമ്പോ ഇത് ഉള്ളിന്റെ അവിടെ അല്ലേ കോമൺ എലമെന്റ്സ് ഒരു പ്രാവശ്യം എടുക്കാം. അപ്പൊ പിന്നെ 6 9 ആവും. അതാണ് ഇവിടെ എ യൂണിയൻ ബി എലമെന്റ്സ് കൊണ്ട് എന്താ? എത്തെ എലമെന്റ്സിന്റെ എണ്ണം ബിത്തെ എലമെന്റ്സിന്റെ എണ്ണം കൂട്ടിയിട്ട് അപ്പൊ അതിന് 9 ആയി. കോമൺ എലമെന്റ്സ് എത്ര ഉണ്ട്? അത് കുറക്കണം. അതിന്റെ എണ്ണം കുറക്കണം. 2 ഉണ്ട് അല്ലെ. അപ്പൊ 5 പ്ലസ് 4 ആണ് 2 കൂടെ കൂട്ടിയത്. അതിൽ നിന്ന് കോമൺ എലമെന്റ്സ് 2 കുറക്കണം. അങ്ങനെ 7 ആണ്. ഇനി ഇത് രണ്ടും ഒരു ബന്ധമില്ലാത്ത സെറ്റുകളാണ്, ഡിസ്ജോയിന്റ് ആണ് എങ്കിൽ അപ്പൊ ഇതിലെ എലമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ലാതെ 8 10 1 2 3 4 5 5 എലമെന്റ് ഉണ്ട്. ഇവിടെ 4 എലമെന്റ്. അതിന് 5 4 9 അല്ലെ. കോമൺ എലമെന്റ്സിന്റെ കുറക്കണം. ഇവിടെ കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുത്തെ എലമെന്റ്സ് കിട്ടണമെങ്കിൽ യൂണിയത്തെ എലമെന്റ് ഉണ്ടെങ്കിൽ ഏത് എലമെന്റും ബിത്തെ എലമെന്റും കൂട്ടിയാൽ 9 എലമെന്റ് ആയി. പിന്നെ ഇന്റർസെക്ഷൻ എലമെന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് കുറക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ നോക്കി. കോമൺ എലമെന്റ്സ് ഇല്ല എങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ രണ്ട് വേറെ ഒരു ബന്ധമില്ലാത്ത സെറ്റ് ആണ്, എലമെന്റ്സുകളിൽ ബന്ധമില്ലെങ്കിൽ യൂണിയൻ എടുക്കുമ്പോൾ എന്താവും? ആ 5 ആളുകളും ഈ 4 ആളുകളും 9 ആളുകൾ ആ സെറ്റ് ഉണ്ടാവും. അതാണ് n ഓഫ് എ ബി. n ഓഫ് എ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി. അവിടെ ഇന്റർസെക്ഷൻ ആളുകൾ കുറക്കാല്ല, കാരണം ഇന്റർസെക്ഷനില് 5 ആണ്. 5 ആളുകൾ അല്ലേ ആ സെറ്റിലെ എലമെന്റ്സിൽ, അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കും. ഓക്കെ, n ഓഫ് എ ബി ഈക്വൽ ടു അവിടെ കിട്ടുന്ന ഇക്വേഷൻ ജസ്റ്റ് രണ്ടാമത്തോട് മാറ്റി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ, അടുത്തതാ n of a union b union c equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c
മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ c പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ഇന്റർസെക്ഷൻ c. എയും ബിയും സിയും 3 സെറ്റുകളാണെങ്കിൽ അവരുടെ മൊത്തം യൂണിറ്റ് എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈസി ആയിട്ട് പറയാം, പെൻഡയഗ്രം വെച്ചാൽ മനസ്സിലാക്കാം. ഇത് എ എന്നുള്ള ഒരു സെറ്റ്. അത് നമുക്ക് ഇതിനു മുമ്പ് പറഞ്ഞ എ ബി ഉള്ള സെറ്റ് മാത്രമല്ല, ഇത് എ എന്നുള്ള സെറ്റ്, ഇത് ബി എന്നുള്ള സെറ്റ്. നമ്മൾ നേരത്തെ എ യൂണിയൻ ബി എലമെന്റ്സ് എന്ന് പറയല്ലേ, ഇതും ഇതും തമ്മിലൊരു ബന്ധമല്ല. ഇതിൽ 5 എലമെന്റ് ഉണ്ട്, ഇതിൽ 4 എലമെന്റ് ഉണ്ട്, ഒരു ബന്ധമല്ല, ഡിസ്റ്റോയിന്റ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും യൂണിയൻ എടുത്താൽ ഈ 5 എലമെന്റും വരും, ഈ 4 എലമെന്റും വരും, മൊത്തം 9 എലമെന്റ് വരും. നേരെ മറിച്ച് ആ ബി ആ ബി ഇവിടെ കൊടുക്കും. ഇവിടെ 5 എലമെന്റ് ഉണ്ട്, ബിയിൽ 4 എലമെന്റ് ഉണ്ട്, അതിൽ 2 എണ്ണം കോമൺ ആണ്. ഈ സർക്കിളിൽ 1 2 3 4 5 5 എലമെന്റ്, ആ സർക്കിളിൽ 1 2 3 4. എയിൽ 5 ഉണ്ട്, ബിയിൽ 4 ഉണ്ട്. യൂണിയൻ എടുത്താൽ 9 ഉണ്ടാവില്ല, കാരണം ഈ 2 എണ്ണം എയിൽ കൗണ്ട് ചെയ്താൽ പിന്നെ ആ 2 എണ്ണം ബിയിൽ കൗണ്ട് ചെയ്യില്ല. അതുകൊണ്ട് 5ഉം 4ഉം കൂട്ടി 9 ആയി. ഇത് 2 പ്രാവശ്യം വന്നിട്ട് അതുകൊണ്ട് 1 പ്രാവശ്യം ഒഴിവാക്കണം. അങ്ങനെ 2 ഒഴിവാക്കുമ്പോ 5 + 4 -2 9 - 2 7 എലമെന്റ് ഉണ്ടാകുന്നു. ഇത്തരം കേസുകളിൽ എ യൂണിയന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്തെ എലമെന്റ്സുകളുടെ എണ്ണവും ബിത്തെ എലമെന്റ്സുകളുടെ എണ്ണം കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ 2 എണ്ണം കുറക്കണം. അത് ഈ സർക്കിളും ആ സർക്കിളും രണ്ടിലും കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1 പ്രാവശ്യം അതിൽ നിന്ന് ഒഴിവാക്കണം. ഇനി 3 സെറ്റുകളുടെ കാര്യമാണ്. എ ഇവിടെ ബി ഇവിടെ, ഒരു സെറ്റ് കൂടെ വരും. എ എന്നുള്ള ഒരു സർക്കിളാണ്, അതിന്റെ എലമെന്റ്സ് ഉണ്ട്. ബി എന്നുള്ളത് ഇതിലുണ്ട്, സി എന്നുള്ളത് ഇതിലുണ്ട്. എക്കും ബിക്കും കോമൺ, ബിക്കും സിക്കും സിക്കും ഒക്കെ കോമൺ ഒക്കെ ഉണ്ട്. കാരണം ഒരു ബന്ധമില്ലെങ്കിൽ എന്ത് ചെയ്യാം, 3 സർക്കിളും വേറെ വേറെ സെറ്റാണ്. എ ഒരു സർക്കിള്, ബി കുറച്ച് അപ്പുറത്ത്, സി കുറച്ച് അപ്പുറത്ത്, 3 തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ 3 ഡിസ്റ്റോയിന്റ് ആണെങ്കിൽ എത്തെ എലമെന്റ്സുകളുടെ എണ്ണവും ബിത്തെ എലമെന്റ്സുകളുടെ എണ്ണവും സിത്തെ എലമെന്റ്സുകളുടെ എണ്ണം കൂട്ടിയാൽ എന്തായി, യൂണിയന്റെ എലമെന്റ്സുകളുടെ എണ്ണമാവും. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സർക്കിൾ ഇങ്ങനെ വരും. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ എലമെന്റ്സുകളുടെ എണ്ണം എടുക്കുമ്പോ തന്നെ കുറച്ചാളുകൾ കണ്ടാ ഈ സർക്കിളിലേക്ക് നോക്കുക. ഈ സർക്കിൾ കണ്ടാ, ഈ സർക്കിളിൽ വരുന്ന സ്ഥലമാണ് ഇത്, അത് ആ സർക്കിളുണ്ട്. ഈ സർക്കിളിൽ വരുന്ന കുറച്ച് സ്ഥലം ആണ് ഇത്, അത് ആ സർക്കിളുണ്ട്. ഈ സ്ഥലം കണ്ടോ, ഈ സ്ഥലം ഇത് അത് 3 സർക്കിളിനും കോമൺ ആണ്. ഇവിടെയുള്ള എലമെന്റ്സ് എയിലും ബിയിലും സിയിലും. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി യൂണിയൻ സി, ഇതിന്റെ മൊത്തം യൂണിയൻ എലമെന്റ്സ് എണ്ണം കൂട്ടണമെങ്കിൽ എത്തെ എലമെന്റ്സ് എണ്ണം ബിത്തെ എലമെന്റ്സ് എണ്ണം കൂട്ടുമ്പോ തന്നെ ഈ ഭാഗം 2 പ്രാവശ്യം വന്നു, പിന്നെ സീത്തെ മണം കൂട്ടുമ്പോൾ ഇത് 2 പ്രാവശ്യം വന്നു, ഇത് 2 പ്രാവശ്യം വന്നു. അത് കുറെ അവിടെ കുറക്കാറുണ്ട്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. എയും ബിയും സി കുറച്ച് ചെയ്ത് കൊടുക്കട്ടോ. എയും ബിയും തന്നെയാണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ ഉണ്ട്. അപ്പൊ എ യൂണിയൻ എടുക്കുമ്പോൾ എലമെന്റ്സ് എണ്ണം എത്തെ എലമെന്റ്സ് എണ്ണം ബിത്തെ എലമെന്റ്സ് എണ്ണം കൂട്ടുമ്പോൾ ഈ ഭാഗം 2 പ്രാവശ്യം വരും. അപ്പൊ അത് 2 പ്രാവശ്യം 1 പ്രാവശ്യം ഒഴിവാക്കണം. ഇനി വേറെ സർക്കിൾ സി കൂടെ വന്നാൽ ആ എക്കും സിക്കും കോമൺ ഉണ്ടാവും സ്ഥലം, ബിക്കും സിക്കും കോമൺ സ്ഥലം ഉണ്ടാവും. അത് ഇവിടെ കൊടുക്കണം. ഈ ഒരു ഭാഗം എടുത്ത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സുകൾ എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ 3 പേപ്പറുകൾ വെച്ചു, സർക്കിൾ ഷേപ്പില് 3 പേപ്പറുകൾ വെച്ചു. 2 പേപ്പറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 സെപ്പറേറ്റ് പിടിക്കാൻ പറ്റും. 2 എണ്ണം ചേർത്ത് ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കാം, ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഈ ഭാഗത്ത് 2 പേപ്പറും ചേരും അല്ലെ. അപ്പൊ ഇവിടെ കുറച്ച് കട്ടി കൂടുതലുണ്ടാവും. 2 സർക്കുലർ ഷേപ്പില് 2 പേപ്പറുകൾ വെട്ടിയെടുത്തിട്ട് 2ഉം വേറെ വേറെ വെച്ചാൽ ഇതിന്റെ അതേ കട്ടി വരുന്നുണ്ടാവും. ഒന്ന് ഞാൻ ചേർത്ത് മാറ്റിട്ട് ഒപ്പം അങ്ങനെ വെച്ചത് സംഭവിക്കും. 2 പേപ്പറിന്റെയും ഇവിടെ 2 പേപ്പർ വന്നു,
ഇടത് കയ്യിലെ പേപ്പറും വലത് കയ്യിലെ പേപ്പറും വന്ന് ഇവിടെ കട്ടി കൂടുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ രണ്ട് പേപ്പർ വന്നു, ഒന്നിന് മുകളിൽ ഒന്ന്. അപ്പൊ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനത്തെ ഒന്ന് ഇടത്തെ കയ്യിലും ഇങ്ങനത്തെ ഒന്ന് വലത്തെ കയ്യിലും ഭാഗം, അതിൽ നിന്നും ഈ ഭാഗം ഒന്നാണ് ഒഴിവാക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയും 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 ഒരേ കട്ടിയിലായിരിക്കും. ഇവിടെ രണ്ട് പേപ്പർ കട്ടി ഉണ്ടാവും അല്ലെ, ഒന്നിന് മുകളിൽ ഒന്നുണ്ടാവും. അത് രണ്ടും കട്ട് ചെയ്ത് സംഭവിക്കാം, രണ്ടും കട്ട് ചെയ്താൽ അവരുടെ ഹോളല്ലേ ഉണ്ടാവുക. അപ്പൊ ഒന്ന് കട്ട് ചെയ്യും. ഓക്കെ, ഇനി അതേമാതിരി ബിയും സിയും ആണ് കിട്ടും. ബി എന്നുള്ള സർക്കിളോടെ സി എന്നുള്ള സർക്കിളോടെ ഇങ്ങനെയാണ് രണ്ടെങ്കിൽ പേപ്പർ ഈ ഭാഗത്ത് എന്ത് സംഭവിക്കും? രണ്ട് പ്രാവശ്യം പേപ്പർ വാങ്ങും. ഓക്കെ, അപ്പൊ അവിടെ കട്ടി കൂടുതലാവും. ആ ഒരു കട്ടി കൂടുതലുള്ള ഭാഗം ഒഴിവാക്കും ഒരു പ്രാവശ്യം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയും 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 ഒരേ കട്ടിയായിരിക്കും. ഇനി ബി സി പറഞ്ഞ മാതിരി എ എന്നുള്ള സർക്കിളും സി എന്നുള്ള സർക്കിളും ചെയ്യുന്ന സ്ഥലം, ഈ സ്ഥലം ഇവിടെ നിന്ന് സംഭവിക്കാം. അവിടെ എന്റെ പേപ്പറും ബിന്റെ പേപ്പറും വരുന്ന സ്ഥലമാണ് കട്ടി കൂടുതൽ. രണ്ട് പേപ്പറും അതൊന്ന് ഒരു ഭാഗം ഒഴിവാക്കും. അപ്പൊ ഇവിടെയും 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 ഒരേ രണ്ട് പ്രാവശ്യം ഒഴിവാക്കിയെന്ന് സംഭവിക്കും, അവിടെ ഹോൾ വരും അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം ഒഴിവാക്കാം. ഓക്കെ, അപ്പോ എയും ബിയും രണ്ട് സർക്കിൾ ആണെങ്കിൽ ഈ ഭാഗത്ത് രണ്ട് പ്രാവശ്യം പേപ്പർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യത്തെ പേപ്പർ ഒഴിവാക്കിയാൽ ഈ കട്ടിയും ഈ കട്ടിയും ഈ കട്ടിയും സിംഗിൾ പോലെ ഉണ്ടാവും. ബിയും സിയും ആണ് എടുക്കണമെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് രണ്ട് പ്രാവശ്യം പേപ്പർ വരും. അപ്പൊ ആ ഭാഗത്ത് ഒരു കട്ടി ആണ് കുറച്ചാണ്. എയും സിയും ആണ് എടുക്കുന്നത് എങ്കിൽ ഇത്രയും ഭാഗത്ത് രണ്ട് പ്രാവശ്യം പേപ്പർ വരും. അപ്പൊ അതും ഒഴിവാക്കാം. ഓക്കെ, അപ്പോ എയും ബിയും സിയും ഒന്നിച്ച് മൂന്ന് പേപ്പറുകൾ നമ്മൾ ഈ ഷേപ്പിൽ വെച്ചാൽ ആദ്യം എയും ബിയും വെച്ചു തീരുന്നത്. അപ്പോ ഇവിടെ കട്ടി കൂടുതലുണ്ടാവും. ബിയും സിയും വെച്ചാൽ ഈ ഭാഗത്ത് പേപ്പർ ഉണ്ടാവശ്യം, എയും സിയും വെച്ചാൽ ഈ ഭാഗത്തായിരിക്കും പേപ്പർ ഉണ്ടാവശ്യം. അപ്പൊ അതൊക്കെ അവിടെ ഒഴിവാക്കാണ്. അപ്പോ എയിലെയും ബിയിലെയും സിയിലെയും എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയുമാണ് എയ്ത്ത് എലമെന്റ്സുകൾ. അത് ചില ആളുകൾ ബിയിലേക്ക് പോയിട്ട് സിയിലേക്ക് പോയിട്ട് ഇത്രയും ബിത്തെ എലമെന്റ്സ് ആണ്. അത് കുറച്ച് എയിലും ബിയിലൊക്കെ ഉണ്ട്, സിയിലുണ്ട്. ഇത്രയുമാണ് സിയിലെ എലമെന്റ്സ്, അത് ബിയിലേക്കും എയിലൊക്കെ പോയിട്ട്. അപ്പോ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിന്റെ ഉള്ളിലെ ഈ ഇത്രയും ഭാഗത്തിലെ എണ്ണം എടുത്ത് കൂട്ടലാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ എ യൂണിയൻ ബി യൂണിയൻ സി ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്തെ എലമെന്റ്സുകളുടെ എണ്ണം ബിത്തെ എലമെന്റ്സുകളുടെ എണ്ണം സിത്തെ എലമെന്റ്സുകളുടെ എണ്ണം കൂട്ടുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത ഭാഗം ഒഴിവാക്കും. അപ്പൊ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി, ഈ സർക്കിളിന്റെ എലമെന്റ്സ് കൊണ്ടും ആ സർക്കിൾ എലമെന്റ്സ് കൊണ്ടും ഈ സർക്കിൾ എലമെന്റ്സ് കൊണ്ടും കൂട്ടിയതിന് ശേഷം ഇവിടെ പേപ്പർ രണ്ടു പ്രാവശ്യം വന്നില്ല, ഇത് രണ്ട് വരുമ്പോ അപ്പൊ ഒരു എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറക്കും. അതാണ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട് പേപ്പർ റെഡി. പിന്നെ ഇവിടെ പേപ്പർ ഇല്ലേ, അപ്പൊ ഈ ഭാഗം ബിയും സിയും വരുമ്പോ ഈ ഭാഗം രണ്ട് പ്രാവശ്യം ഉണ്ട്. അതാണ് ബി ഇന്റർസെക്ഷൻ സി. ഒരു പ്രാവശ്യം ഒഴിവാക്കണം ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പ്രാവശ്യം ഉള്ളായിരുന്നു, രണ്ടാമത് വെട്ടിക്കളഞ്ഞു, രണ്ടാമത് ഒന്ന് വെട്ടിക്കളഞ്ഞപ്പോ ഇവിടെ ഒരു പ്രാവശ്യം വേണം. പിന്നെ ഈ പേപ്പർ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെയും ഇവിടെയും അല്ലെ, ഈ പേപ്പർ വരുന്നതോട് കൂടി ഇവിടെയും ഇവിടെ എന്ത് സംഭവിച്ചു? ഡബിൾ പേപ്പർ. അപ്പൊ ഇത്രയും ഭാഗം കളഞ്ഞു. ഇപ്പൊ ഇവിടെയൊക്കെ സിംഗിൾ. എന്നാലും ഈ പേപ്പർ വെച്ചപ്പോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെവിടെ ഇങ്ങനെ മുറിച്ചു മാറ്റി ഇത്രയും ഭാഗം ഡബിൾ പേപ്പർ ഒഴിവുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കണം. അപ്പേ എന്താവുള്ളൂ? ഇവിടെയൊക്കെ സിംഗിൾ ആകുള്ളൂ. അപ്പൊ ഇതാണ് ഒഴിവാക്കുക എന്ന് പറയാം. ഇത് മൊത്തമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ നമുക്ക് എ ഇന്റർസെക്ഷൻ സി എന്ന് ഒഴിവാക്കാം. ഇതും എ ഇന്റർസെക്ഷൻ സി അല്ലെ. ഇതാണ് ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം ഒഴിവാക്കി, അതുകൊണ്ട് രണ്ട് പേപ്പറിൽ ഒരു ഉള്ളു, രണ്ട് മേലെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒരു പ്രാവശ്യമായി മാറി, കട്ടി എല്ലാം ഒരുപോലെ കട്ടി. പിന്നെ ഇത് ഒഴിവാക്കിയപ്പോൾ ഇവിടെയും ഇവിടെയൊക്കെ ഒരു കട്ടി. പിന്നെ ഇവിടെയൊക്കെ ഒറ്റ കട്ടിയുള്ളൂ. ഇവിടെ മാത്രമാണ്, ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഡബിൾ പേപ്പർ ഉള്ളത്. അപ്പൊ ഇത്ര പോകുന്ന ഭാഗം കട്ട് ചെയ്യുന്നതിന് പകരം മൊത്തം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് എ ഇന്റർസെക്ഷൻ സി. ഇത് മൊത്തം കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇവിടെ ഒരു പേപ്പർ ഉണ്ടാവുള്ളൂ, കാരണം ഇവിടെ ഡബിൾ വന്നപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു പേപ്പർ ഉള്ളൂ,
അത് കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും അവിടെ ഈ ഭാഗത്ത് ഒരു ഹോള് സംഭവിക്കും. കാരണം അവിടെ ആ ഒരു പ്രാവശ്യം ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യും, ഡബിളൊക്കെ കളഞ്ഞു, ഇവിടെ മാത്രം ഡബിൾ ചെയ്യും. അപ്പൊ ആ ഹോള് നികത്താൻ വേണ്ടിയിട്ട് ഈ ഭാഗം അവിടെ ഒട്ടിച്ചു കൊടുക്കണം പേപ്പർ. ഈ ഭാഗമാണ് എക്കും ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള സ്ഥലം. അതാണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് എ ഇന്റർസെക്ഷൻ സി. ഇവിടെ വരുന്ന ഇത് മൂന്നിനും പാടെ വരുന്ന ഈ സ്ഥലം തന്നെ, ഈ സ്ഥലം ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അത് അവിടെ കൂട്ടി കൊടുക്കണം, ബാക്കി മൂന്നെണ്ണം കുറക്കണം. 3 പ്രാവശ്യം ഇന്റർസെക്ഷൻ കുറക്കുമ്പോൾ ഇവിടെ ഒരു ഹോള് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഹോള് പേപ്പർ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് പേപ്പർ ഒട്ടിച്ചത്. അതാണ് പ്ലസ് വരാനുള്ള കാരണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. If x and y are two sets such that n of x equal to 17, n of y equal to 20, and n of x union y equal to 38, find n of x intersection y. ക്വസ്റ്റ്യൻ ആണ്. എക്സും വൈ രണ്ട് സെറ്റുകളാണ്. എങ്ങനെയുള്ള സെറ്റാണ്? എക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എക്സ് എത്ര ഉണ്ട്? 17. വൈയിൽ 23 ഉണ്ട്. യൂണിയൻ എടുത്താൽ 38 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് കാണുന്നത്. നമ്മൾ പഠിച്ചു n ഓഫ് എ യൂണിയൻ ബി, n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ n ഓഫ് എക്സ് യൂണിയൻ വൈ എങ്ങനെ കാണും? ഇക്വേഷൻ എ ബി മാറ്റി എക്സ് യൂണിയൻ വൈത്തെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സിലെ എലമെന്റ്സിന്റെ എണ്ണവും വൈയിലെ എലമെന്റ്സുകളുടെ എണ്ണവും കൂട്ടിയിട്ട് ആ സെറ്റുകളുടെ ഇന്റർസെക്ഷനിലെ എലമെന്റ്സുകളുടെ എണ്ണം കുറക്കും അല്ലെ? ആണല്ലോ. n ഓഫ് എക്സ് യൂണിയൻ വൈ അറിയും 38, n ഓഫ് എക്സിന് പകരം 17, n ഓഫ് വൈക്ക് പകരം 20 മൈനസ്. ഇതാണ് കാണുന്നത്. സോ അത് അതുപോലെ ഇത് അല്ലെങ്കിൽ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്ത മാതിരി നിങ്ങൾക്ക് തന്നിട്ടാവും ചെയ്യാം. 30 അതുപോലെ ഇനി രണ്ടും കൂട്ടാം. കൂട്ടത്തിൽ എന്താ 40 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ മൈനസ് ഓഫ് എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ പോസിറ്റീവ് ആവും. ഈ 40 ഇവിടെ എഴുതി, ഈ മൈനസ് ഓഫ് എന്നുള്ളത് ഇങ്ങോട്ട് വന്നു, ഈ 38 അങ്ങോട്ട് പോയി. 40 38 2 ഇന്റർസെക്ഷനിലെ എലമെന്റ്സ് എണ്ണം 2. എക്സിൽ 17 വൈയിൽ 23 ആണെങ്കിൽ രണ്ടും ഒരു ബന്ധമില്ലാത്ത സെറ്റ് ആണെങ്കിൽ യൂണിയൻ എത്ര എലമെന്റ് ഉണ്ടാവും? 23 കൂടെ 40 അല്ലേ? അതല്ലേ യൂണിയനിൽ വരണ്ടേ? പക്ഷെ ഇവിടെ എത്ര എലമെന്റ് ഉള്ളൂ? യൂണിയനിൽ 38 ഉള്ളൂ. അപ്പൊ അവിടെ എത്ര കമ്മി ഉണ്ട്? 2. ആ രണ്ടെണ്ണം എവിടെ വന്നിട്ടാ? കോമൺ ആയിട്ട് വന്നിട്ടും. അതാണ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. If A and B are two sets such that A has 40 elements, A union B has 60 elements, A intersection B has 10 elements, how many elements does B have? B യിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാ ചോദിച്ചു. എയും ബിയും രണ്ട് സെറ്റുകളാണ് തന്നിരിക്കുന്നു. എയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം 40 ആണ്. എയിൽ 40 എലമെന്റ് ഉണ്ട്. എയുടെയും ബിയുടെയും യൂണിയനിൽ 60 എലമെന്റ്. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷനിൽ 10 എലമെന്റ്. ബി എന്ന സെറ്റിൽ എത്ര എലമെന്റ്? എയിൽ 40 എണ്ണം, യൂണിയനിൽ 60 എണ്ണം, ഇന്റർസെക്ഷനിൽ 10 എണ്ണം എങ്കിൽ ബി എന്ന സെറ്റിൽ മാത്രം എത്തുന്നത്. നമുക്ക് പഠിച്ചുള്ള ഇക്വേഷൻ എഴുതിയെടുക്കും. n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n of A plus n of B minus n of A intersection B. ഇവിടെ യൂണിയൻ ആണ്, ഇവിടെ ഇന്റർസെക്ഷൻ. ഇനി അവിടെയാണ് യൂണിയൻ, ഇവിടെ ഇന്റർസെക്ഷൻ ഒക്കെ. n of A ക്ക് പകരം n of A യൂണിയൻ B ക്ക് പകരം 60 കൊടുക്കുക ഈക്വൽ ടു n of A ക്ക് പകരം 40, n of B അറിയില്ല, അതാണ് കാണേണ്ടത്. അതുപോലെ മൈനസ് n of A ഇന്റർസെക്ഷൻ B 10 കൊടുക്കും. ഈ 60 ഇവിടെ എഴുതി ഈക്വൽ ടു n ഓഫ് ബി ഇവിടെ. ഇത് 40 ആണ്, അത് മൈനസ് 10. 40 മൈനസ് 10 എന്നാവും 30 ആവും. n ഓഫ് ബി ഇവിടെ ഉണ്ട്, തമ്മിൽ കുറച്ച് മുട്ടും. ഇനി ആ 30 ഇങ്ങോട്ട് ഉണ്ട്, 60 ഇവിടെ ഉണ്ട്,
ഈക്വൽ ടു n ഓഫ് b അവിടെ ഉണ്ട്. ഇതിവിടെ എഴുതാം, അതുകൂടെ എഴുതാം. പ്ലസ് 30 മൈനസ് 30, 60 മൈനസ് 30 എത്ര? 30. ഇതാണ് n ഓഫ് b. അപ്പൊ b യിൽ എത്ര എലമെന്റ് ഉണ്ടാവും? b യിൽ 30 എലമെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a group of 400 people, 250 people can speak Hindi, 200 people can speak English. Each person can speak at least one language. Then, how many people can speak both English and Hindi? മൊത്തം 400 ആളുകൾ. അതിൽ 280 ആളുകൾ ഹിന്ദി സംസാരിക്കും, 200 ആളുകൾ ഇംഗ്ലീഷും സംസാരിക്കും. Let S denote the people who can speak Hindi. ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന ആളുകളെ H കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവരുടെ എണ്ണം n of H is equal to 250. E denote the person who can speak English. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 200. So n of E equal to 200. 400 മൊത്തം E ആവട്ടെ H ആവട്ടെ ഇത് മൊത്തം എടുത്താൽ എത്രയുള്ളൂ? 400. n of E units equal to 400. കണ്ടുപിടിക്കേണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയും ബോത്ത് രണ്ടും സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. n of E intersection H രണ്ടിനും കോമൺ ആയി രണ്ടും അറിയുന്ന ആളുകൾക്ക് n of E union H is equal to n of E plus n of H minus n of E intersection H. അല്ലെ, യൂണിയൻ ആണ് ഇന്റർസെക്ഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇന്റർസെക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എഴുതി അങ്ങോട്ടാക്കിയാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെയാ? n of E intersection H അല്ലേ കണ്ടേ? ഈക്വൽ ടു അപ്പോൾ മതി യൂണിയൻ ആക്കിയാൽ മതി, അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഇതാണ് കണ്ടത്. സോ n of H എത്രയാണ്? 250 പ്ലസ് n of E വരുന്നത് 200 അല്ലെ. n of E വരുന്നത് 200, n of H വരുന്നത് 250 അല്ലെ. ഈക്വൽ ടു n of E എത്ര? 200, n of H 250 മൈനസ് n of E യൂണിയൻ H 400. രണ്ടും കൂട്ടിയ 480 മൈനസ് 400 എത്ര ഉണ്ടാകുക? 50. സോ രണ്ടും ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 50. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a survey of 60 people, it was found that 25 people read newspaper H, 26 read newspaper T, 26 read newspaper I, 9 read both H and I, 11 read both H and T, 8 read both T and I, 3 read all the 3 newspapers. Find the number of people who read at least one of the newspapers. Find the number of people who read exactly one newspaper. Find the number of people who read exactly 2 newspapers. Find the number of people who read the newspaper H only. Okay, question എങ്ങനെയാണ്? 3 ന്യൂസ്പേപ്പേഴ്സ് H എന്ന പേരിലും T എന്ന പേരിലും I എന്ന പേരിലും 3 ന്യൂസ്പേപ്പർ, 60 ആളുകളുണ്ട്. H എന്ന ന്യൂസ് പേപ്പർ 25 ആൾ വായിക്കും, T എന്ന ന്യൂസ് പേപ്പർ 26 ആൾ വായിക്കും, I എന്ന ന്യൂസ് പേപ്പർ 26 ആൾ വായിക്കും. Hഉം Iയും വായിക്കുന്ന എത്ര ആൾ വായിച്ചാൽ 9 പേര്. 11 പേര് Hഉം Tയും 2 ന്യൂസ് പേപ്പർ വായിക്കും. 8 പേരാണെങ്കിലോ Tയും Iയും വായിക്കുന്നവരാണ്. എന്നാൽ ആ ഗ്രൂപ്പിലെ 3 ആളുകൾ അവര് ആ 3 പേപ്പറും വായിക്കും. കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി പീപ്പിൾ റീഡ് അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്ന എത്ര ആളുകളുണ്ട്? പിന്നെ കറക്റ്റ് 1 വായിക്കുന്നുണ്ട്, എക്സാക്ട്ലി 1, എക്സാക്ട്ലി 2 വായിക്കുന്നവർ എത്ര ഉണ്ട്? അതുപോലെ H എന്ന പേപ്പർ മാത്രം വായിക്കുന്നവർ എത്ര ഉണ്ട്? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അത്തരം കേസുകൾ നമ്മൾ ചെയ്യേണ്ടതിന്റെ വെൻ ഡയഗ്രം വരച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, 3 ന്യൂസ് പേപ്പറും ഓരോ സർക്കിൾസ് വരച്ചു. ഇത് H എന്ന ന്യൂസ് പേപ്പർ,
ഇത് ടി എന്ന ന്യൂസ് പേപ്പർ, ഇത് ഐ എന്ന ന്യൂസ് പേപ്പർ. ഓക്കെ, എച്ച് എന്ന ഈ സർക്കിളിന്റെ ഉള്ളിൽ 25 വരാൻ പാടുള്ളൂ. ടി എന്ന ഈ സർക്കിളിനുള്ളിൽ ടോട്ടല് 26 വരണം. ഐ എന്ന ഈ സർക്കിളിനുള്ളിൽ ടോട്ടല് 26 വരണം. എച്ചും ഐ വരുന്ന സ്ഥലം, എച്ചും ഐ വരുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് എച്ച് ഇന്റർസെക്ഷൻ. അവിടെ 9 വരണം. എച്ചും ടിയും വരുന്ന സ്ഥലം, എച്ചും ടിയും വരുന്ന ഈ സ്ഥലം, ഇവിടെ 11 വരണം. ടിയും ഐ വരുന്ന സ്ഥലം, ടി ഐ വരുന്ന ഇന്റർസെക്ഷൻ കണ്ട, അവിടെ 8 വരണം. എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ആയി മൂന്നാൾക്കും കോമൺ ആയ സ്ഥലം പറഞ്ഞ ഈ സ്ഥലം ഉണ്ടല്ലോ, അതാണ് 3 പേർക്കും കോമൺ ആയ സ്ഥലം. അവിടെ 3 വരണം. എന്നിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോ ഇത്തരം കേസുകൾ നമ്മൾ ആദ്യം 3നും കോമൺ ആയ സ്ഥലം ഇതാണ് ഫില്ല്, ട്രിപ്പിൾ, പിന്നെ ഡബിൾസ് കഴിഞ്ഞിട്ട് സിംഗിൾ ആവും. ഓക്കെ, ഈ 25 എന്ന് പറഞ്ഞാൽ എച്ചിന്റെ മൊത്തം സ്ഥലത്ത് ഇവിടെയും ഇവിടെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് മൊത്തം കോമൺ എന്ന് പറഞ്ഞാൽ എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ആയി 3 സോ ഇവിടെ നമ്മൾ 3 കൊടുക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ടി ഇന്റർസെക്ഷൻ ഐ എന്ന ഭാഗത്ത് 8 വരണം. ടി ഇന്റർസെക്ഷൻ ഐ അല്ല, ടിയും ഐ തന്നെ, അതിന്റെ ഇന്റർസെക്ഷൻ എത്രയല്ലേ? ഇത്രയും ഭാഗത്ത് എത്ര വരണം? 8 വരണം. ഇത്രയും ഭാഗത്ത് 8 വരണം. അവിടെ ഓൾറെഡി 3 വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി 8 ഇവിടെ 5 കണ്ടാ, ഈ 3 ഇവിടെ ഉണ്ട്. ടി ഇന്റർസെക്ഷൻ അതിന് മൊത്തം 8 ഉണ്ട്. ഇനി എച്ചിനും ടിക്കും കോമൺ അവിടെ 11 വരണം. എച്ചിനും ടിക്കും അല്ലെ, ഈ എച്ച് ഇവിടെ ടിക്ക്, ഇതിന്റെ കോമൺ എത്ര സ്ഥലം? ഇവിടെ 11 വരണം. ഓൾറെഡി 3 ഉണ്ട്. അപ്പൊ ബാക്കി ഇവിടെ 8 കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ എച്ചിനും ഐക്കും കോമൺ 9 വരണം. എച്ചും ഐയും, എച്ച് ഐ അതിന് കോമൺ വരുന്ന സ്ഥലത്ത് ഇവിടെ 9 വരണം. അതിൽ 3 ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി ഇവിടെ കൊടുക്കുക. ഇങ്ങനെ നോക്കിയാൽ 9 ഉണ്ട്, എന്നാൽ ഈ 3 ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡബിൾസ് ഇല്ല. ഇനി നമുക്ക് സിംഗിൾ. ഐ എന്ന സർക്കിളിൽ മൊത്തം 26 പാടുള്ളൂ. ഐ എന്ന സർക്കിൾ, ഇതിന്റെ ഐ എന്ന സർക്കിളിൽ ഇതിന്റെ ഉള്ളിൽ മൊത്തം 26. ഇവിടെ ഒക്കെ അതിന്റെ സ്ഥലം. ഈ 3 എത്രയും 11 4 11 3 14 ആയി അല്ലെ, 14. ബാക്കി എത്ര വരണം? ഐ 26 വരണം. 14 ആയിക്കണം. അപ്പൊ ബാക്കി 12. ഐ എന്ന സർക്കിൾ മൊത്തം 26, 12ഉം 8ഉം 20ഉം 6 26 കറക്റ്റ്. ഓക്കെ, ഇനി ടി എന്ന സർക്കിൾ 26. ടി എന്ന സർക്കിൾ ഇത്രയും, ഇതിൽ 26 വേണം. 26, ഇത് 8, പിന്നെ 8 16 ആയി. അപ്പൊ ഇനി 26 ബാക്കി ഇവിടെ 8 16 ആയി. ബാക്കി ഇവിടെ 10 അല്ലെ. ടി എന്ന സർക്കിൾ 26 പാടുള്ളൂ. 10 5 15 18 26. ഓക്കെ, ഇനി എച്ച് എന്ന സർക്കിൾ മൊത്തം 25. ഈ സർക്കിൾ 25, അതിൽ 8ഉം 3ഉം 6ഉം എത്രയും 11 17. 17 ഇത്രയും ബാക്കി 8. കൂട്ടി നോക്കാം. 8 16 16ഉം 6ഉം 22 23 24. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ സിംഗിൾ കിട്ടും. ഇങ്ങനെ നോക്കുക. അതാണ് ഡബിൾസ്. പിന്നെ വരുന്ന ഈ ട്രിപ്പിൾ ആവുന്ന സ്ഥലം പറയാം. അപ്പൊ ഇവിടെ നിന്നാണ് ഇത് ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ? ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി പീപ്പിൾ ക്യാൻ റീഡ് അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ? ചുരുങ്ങിയത് ഒന്നെങ്കിലും വായിക്കുന്നവർ എത്ര ആണ്? ഇത് ഇവിടെ ഈ സംഖ്യകളൊക്കെ നോക്കുക. ഐ വായിക്കുന്നവർ എത്ര ആളുണ്ട്? ടി വായിക്കുന്നവർ എത്ര? എച്ച് വായിക്കുന്നവർ എത്ര? ഈ 8 3 കൂട്ടിയ 11. ഈ സ്ഥലം ടിയും എച്ചും വായിക്കുന്നവരാണ്. ഈ സ്ഥലം ടിയും ഐയും വായിക്കുന്നവരാണ്. ഈ സ്ഥലം എച്ചും ഐയും വായിക്കുന്നവരാണ്. ഈ സ്ഥലം ഉണ്ട്, അത് 3ഉം വായിക്കുന്നവരാണ്. ഈ 10 എന്നുള്ളത് ടി എന്ന പേപ്പർ മാത്രം വായിക്കുന്നു, എച്ച് എന്നത് മാത്രം വായിക്കുന്നു, ഐ മാത്രം വായിക്കുന്നവരാണ്. അപ്പോ ഒരു പേപ്പറെങ്കിലും വായിക്കുന്നവരത്തെ അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ എഴുതിയ എത്ര ആണെന്ന് വെച്ചാൽ ഇത് എച്ച് മാത്രം, ടി മാത്രം, ഐ മാത്രം. ഇത് 2 വായിക്കുന്നവരുണ്ട്, 2 വായിക്കുന്നവരുണ്ട്, 3 വായിക്കുന്നവർ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയൻ എടുക്കാറുണ്ട്. ഇതിന് മൊത്തം യൂണിയൻ എടുക്കാറുള്ളതൊക്കെ കൂട്ടിയാൽ മതി. ഈ നമ്പേഴ്സ് ഫുള്ളാണ് കൂട്ടിയാൽ മതി. സോ ഒന്നാമത്തിന്റെ ആൻസർ 8 + 8 + 3 + 6 +
12 പ്ലസ് 5 പ്ലസ് 10. അല്ലെങ്കിൽ ഇത് മാത്രം എത്ര ഈ സർക്കിളത്തത് എടുത്താൽ എത്ര ഉണ്ടാവും h 25. പിന്നെ ഈ 3 കൂട്ടിയാൽ മതി. അതിന് ഈ നമ്പേഴ്സ് ഫുള്ള് കൂട്ടുക. അതാണ് അറ്റ്ലീസ്റ്റ് 1. അറ്റ്ലീസ്റ്റ് 1 എടുക്കുക. ചുരുങ്ങിയത് ഒന്നെങ്കിലും വായിക്കാൻ, 1 വായിക്കുക, 2 വായിക്കുക, 3 വായിക്കുക ഒക്കെ പറ്റും. അപ്പൊ യൂണിയൻ എടുത്താൽ മതി. അപ്പൊ ഒന്നാമതിന്റെ ആൻസർ എന്താ? 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 3 പ്ലസ് 6. ഇത് പ്ലസ് ഇതിനോട് 5ഉം 10 5 12 ഇതാണ് കൂട്ടിയാൽ മതി. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ആൻസർ. എത്ര വരും? 8 12 20 ആയി. ഇതിന് 30 41 41 49 52 ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമതിന്റെ ആൻസർ 52. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾ ക്യാൻ റീഡ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ? കറക്റ്റ് ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. ഇത് ടി വായിക്കുന്നവരാണ്. അതിൽ ചില ആൾക്കാർ ഐയും എച്ച് ഒക്കെ വായിക്കുന്നത്. ടി മാത്രം വായിക്കുന്നതിൽ 10, എച്ച് മാത്രം, ഇത് ഐ മാത്രം. അപ്പൊ കറക്റ്റ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ആരൊക്കെ വെച്ചാൽ ഈ സ്ഥലം സിംഗിൾ. ഈ സിംഗിൾ ഉണ്ടോ? ഇതാണ് എക്സാക്ട്ലി 10 പ്ലസ് 8 പ്ലസ് 12. സോ 10 പ്ലസ് 8 പ്ലസ് 12 20 10 30. ഇതാണ് രണ്ടാമത്തിന്റെ ആൻസർ. എക്സാക്ട്ലി 1. അടുത്ത എക്സാക്ട്ലി 2. കറക്റ്റ് 2 വായിക്കുന്നവർ. കറക്റ്റ് 2 വായിക്കുന്നവർ അറിയുമ്പോ ഇത് മൊത്തം എത്ര ഉണ്ട്? 11 അല്ലെ? അതില് ഈ 8 ആളും ഇതും വായിക്കും. ഈ 3 ആളോ ഇതും ഇതിലേക്ക് വരുന്നു. അപ്പൊ ഇത് വരില്ല. ഈ സ്ഥലം 8 5 6 കണ്ടാ? ഇതാണ് എക്സാക്ട്ലി 2. 8 പ്ലസ് 5 പ്ലസ് 6. 8 പ്ലസ് 5 പ്ലസ് 6 13 6 19. ഇതാണ് എക്സാക്ട്ലി 2. എക്സാക്ട്ലി 1 അത് ഇത് മാത്രം. എക്സാക്ട്ലി 1 ഇങ്ങനെയാണ്. എക്സാക്ട്ലി 2 പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ എല്ലാ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതുണ്ടോ? ഓക്കെ, അടുത്ത് ഹൗ മെനി പീപ്പിൾ ക്യാൻ റീഡ് ദ ന്യൂസ് പേപ്പർ എച്ച് ഓൺലി? എച്ച് മാത്രം വായിക്കുക. എച്ച് മാത്രം വായിക്കുന്ന എത്ര? 8. സോ അതിന്റെ ആൻസർ 8 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a group of athletes in a school, 21 are in the basketball team, 26 in the hockey team, 29 in the football team. If 14 play hockey and basketball, 12 play football and basketball, 15 play hockey and football, and 8 play all the 3 games, how many players are there? First question. Second question, how many play football only? Third question, how many play exactly 1 game? Last question, how many play exactly 2 game? ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരുടെ എണ്ണം 21, ഹോക്കി കളിക്കുന്നവരുടെ എണ്ണം 26, ഫുട്ബോൾ കളിക്കുന്നവരുടെ എണ്ണം 29. 14 ആളുകൾ ഹോക്കിയും ബാസ്കറ്റ്ബോളും കളിക്കും. 12 ആളുകളാണെങ്കിൽ ബാസ്കറ്റ്ബോളും ഫുട്ബോളും കളിക്കും. 15 ആളുകളാണെങ്കിൽ ഹോക്കിയും ഫുട്ബോളും കളിക്കും. എന്നാൽ 8 പേരാണെങ്കിലോ ഹോക്കിയും ഫുട്ബോളും ബാസ്കറ്റ്ബോളും എല്ലാം 3 ഗെയിമും കളിക്കുന്നവരാണ്. കണ്ടുപിടിക്കേണ്ടത് അതിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ട് എന്നാണ് ഫസ്റ്റ്. പിന്നെ ഫുട്ബോൾ മാത്രം എത്ര ആളുകൾ കളിക്കും? ഒരേ ഒരു ഗെയിം മാത്രം കളിക്കുന്നവരെത്ര? കറക്റ്റ് 2 ഗെയിം കളിക്കുന്നവരെത്താണ്. നമുക്ക് വരക്കാം ഇതിന്റെ വെൻഡായി. റെക്ടാംഗിളും സർക്കിൾസ്. വെൻഡാഗിൾ കൺസിസ്റ്റ് ഓഫ് റെക്ടാംഗിൾ ആൻഡ് സർക്കിൾസ് അല്ലെ? ഇതാണ് ഇത്രയുമാണ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നവർ. ഇത്രയുണ്ട് ഹോക്കി, ഇത്രയുണ്ട് ഫുട്ബോൾ. ബാസ്കറ്റ്ബോൾ 21. ഈ സർക്കിളിൽ മൊത്തം 21 വരാൻ പാടുള്ളൂ. ഇവിടെ 21 കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതും കൂട്ടിയാൽ 24. ഹോക്കിയിൽ മൊത്തം 26 വേണം. ഈ 4 സ്ഥലങ്ങളിൽ 26 വേണം മൊത്തം. ഫുട്ബോൾ ഇത്രയുണ്ട്. ഇവിടെയും കൂട്ടിയിട്ട് 21 പാടുള്ളൂ. അപ്പൊ നമ്മള് ഡബിൾസ് ട്രിപ്പിൾ ഇവിടുത്തെ സ്റ്റാർട്ട് 3 കളിക്കുന്ന സ്ഥലമാണ്. ഇതാണ് 3 ഗെയിം കളിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 8 കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് എച്ചും എഫും വരുന്ന സ്ഥലത്തിൽ 15 വരാം. എച്ചും എഫും, എച്ച് ദാ എഫ്, ഇത് രണ്ടും വരുന്ന സ്ഥലം വളർത്താൻ ഇത്രയല്ലേ? ഇവിടെ 15 പാടുള്ളൂ. അതിൽ 8 ഓൾറെഡി ഉണ്ട്. അപ്പൊ ബാക്കി 7 കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബിയും എഫും വരുന്ന സ്ഥലം, അതിന്റെ ഇന്റർസെക്ഷൻ ഇത്രയും ഭാഗത്ത് എത്ര വരാൻ പാടുള്ളൂ?
ഈ ഭാഗത്ത് ബിയും എഫും 12 പാടുന്നു. 12ൽ 8 ഉണ്ട്, അപ്പൊ ബാക്കി 4. അടുത്ത എച്ചും ബിയും വരുന്ന സ്ഥലം, എച്ചും ബിയും വരുന്ന സ്ഥലം പറഞ്ഞാൽ ഇത്ര ഉണ്ട് അല്ലെ, ഇത്ര ഉണ്ട്. അവിടെ എച്ചും ബി ഇവിടെ 14, അതിൽ 8 ഇവിടെ ഉണ്ട്, അപ്പൊ ബാക്കി ഇവിടെ 6. അപ്പൊ ഡബിൾസ്. ഇനി എഫ് എന്ന സർക്കിൾ മൊത്തം 29 പാടുള്ളൂ. എഫ് എന്ന സർക്കിൾ ഇതല്ലേ എഫ് എന്ന സർക്കിൾ. ഇതിന് ഇവിടെ 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 അടക്കം 29 പാടുള്ളൂ. അതിൽ 22, 8 7 15, അതിൽ 19, ബാക്കി 29 അല്ലേ. ബാക്കി തന്നെ 19 ബാക്കി ഇത് കൂട്ടി 29 കിട്ടും. ഓക്കെ, 15 25 4. ഇനി എച്ച് എന്ന സർക്കിൾ അതിൽ 26 പാടുള്ളൂ. എച്ച് എന്ന സർക്കിൾ ഇതാണ് എച്ച് എന്ന സർക്കിൾ, മൊത്തം 26 വേണം. അതില് ഇത് 6, 8 7 15, 15 6 21 ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ 26 തരണം, 21. ബാക്കി ഇവിടെ 8 7 15, 15 6 21. അപ്പൊ ബാക്കി 26ലേക്ക് അല്ലെ, 21 26 ബാക്കി 5 അല്ലെ. ഇനി ബി മൊത്തം സർക്കിൾ 21 പാടുള്ളൂ. 21 ഇത് 10 10 18ആയി, ബാക്കി ഇവിടെ 3. ഇങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആൻസർ പറയാം. ഹൗ മെനി പ്ലേയേഴ്സ് ആണ്, മൊത്തം എത്ര പ്ലേയേഴ്സ് ഉണ്ട്? 2 കളിക്കുന്നവരുണ്ട്, 1 മാത്രം കളിക്കുന്നവർ, 3 കളിക്കുന്നത്. മൊത്തം പ്ലേയേഴ്സ് ഇത് 3 എല്ലാം കൂട്ടിയാൽ മതി. ഇത് ബി എന്ന സർക്കിൾ ഉണ്ട് അല്ലെ, ഇത് മൊത്തം കൂട്ടാം. 3 + 6 + 8 + 4, പിന്നെ ഈ 3, 5 + 7 + 10. ഈ സർക്കിൾക്ക് മാത്രം നോക്കിയാൽ തന്നെ ഇത് 21 അല്ലേ, ബാക്കി 3 എടുത്താൽ മതി. ഓക്കെ, 21 ആയിരിക്കും അല്ലെ. 12 21. ഓക്കെ, 21 31 31 7 38 38 + 5 43 അല്ലെ. അപ്പോ മൊത്തം 43 പ്ലേയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പ്ലേ ഫുട്ബോൾ ഓൺലി, ഫുട്ബോൾ മാത്രം കളിക്കുന്നവർ. ഇത് ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഫുട്ബോൾ കളിക്കുന്നവർ 29, ഫുട്ബോൾ മാത്രം കളിക്കുന്നവർ ഫുട്ബോൾ എന്ന സർക്കിളിലെ ഈ ഭാഗത്ത് മാത്രം എത്രയാണ്? 10 ആണ്. അപ്പൊ അതിന്റെ ആൻസർ കേട്ടോ. ഹൗ മെനി പ്ലേ എക്സാക്ട്ലി 1 ഗെയിം. എക്സാക്ട്ലി 1 പറഞ്ഞാൽ ഇതാണ് കൊടുക്കുക, ഇതാണ് എക്സാക്ട്ലി 1. എക്സാക്ട്ലി 2 പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലങ്ങൾ, ഇത് ഓൾ ദ ഗെയിംസ്. എക്സാക്ട്ലി എന്താ? ഓൾ ദ ഗെയിംസ്, 3 ഗെയിംസ്. അപ്പൊ എക്സാക്ട്ലി 1 പറഞ്ഞാൽ 3 കൂട്ടിയാൽ മതി. 10 5 15 3 8 18 അല്ലെ. എക്സാക്ട്ലി 2 പറയുമ്പോൾ ഈ 6 4 7, 6 4 7 കൂട്ടിയാൽ 17. ഇതാണ് എക്സാക്ട്ലി 2 കളിക്കുന്ന ആൾ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, സെറ്റ് 3, 5, 10. Check whether the following statements are true or false. ഒരു സെറ്റ് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ശരി തെറ്റ് തിരിച്ചറിയാം. ഇത് പറയുന്ന മുമ്പ് A equal to 7 8 9. ഓക്കെ, 4 എലമെന്റ്സ് ഉണ്ട്. 7 ഇതിലുണ്ട്. എങ്ങനെ ഇതാ? 7 ബിലോങ്സ് ടു സെറ്റ് അല്ലെ. 7 ഏത് എലമെന്റ് ആണ്? 11 അതിലെ എലമെന്റ് ആണോ? അല്ല. ഇതിന്റെ സബ്സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് 7 സെറ്റ് 8 അല്ലെ, സെറ്റ് 9 സെറ്റ് 10, പിന്നെ ഡബിൾസ് എടുക്കും, ത്രിബിൾ, അങ്ങനെ 2/4. 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2/4 16 സബ്സെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോ സെറ്റ് 7 എന്നുള്ളത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. സോ സെറ്റ് 7 സബ്സെറ്റ് ഓഫ് എ ആണ്. സെറ്റ് 7 എയുടെ സബ്സെറ്റ് ആണ്, പക്ഷെ എയിലെ എലമെന്റ് അല്ല. 7 എന്നുള്ളതാണെങ്കിൽ എയിലെ എലമെന്റ് ആണ്. ഇതിലെ ഒരു എലമെന്റ് അതുപോലെ എഴുതിയാൽ എന്തായി? എലമെന്റ് ആയി. ആ എലമെന്റിന് സെറ്റ് കൊടുത്താൽ എന്താകും? ആ ഒരു എലമെന്റ് സെറ്റ് കൊടുത്താൽ എന്താകും? അത് സബ്സെറ്റ് ആവും. ഇതിന് എലമെന്റിന് സെറ്റ് കൊടുത്തത് സബ്സെറ്റ് ആണ്, ഇത് എലമെന്റ് ആണ്. ആ സെറ്റ് അതുപോലെ എഴുതിയാൽ എന്തായി? എലമെന്റ് ആയി. ആ സെറ്റിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അപ്പുറം സെറ്റ് എക്സ്ട്രാ കൊടുത്താൽ അത് സബ്സെറ്റുമായി. ഓക്കെ, നമുക്ക് ക്വസ്റ്റിലേക്ക് 1 ഉണ്ട്, 2 അതിനുണ്ട്, പിന്നെ ഇത് ഇങ്ങനെ ഒരു എലമെന്റ് ആണ്. സെറ്റ് 3 10 അതിന് എലമെന്റ് ആണ്.
ശരിയാണോ തെറ്റാണോ ചോദ്യം. 3 belongs to 3 എന്റെ എലമെന്റ് ആണ്. ട്രൂ ഓർ ഫാൾസ്? 3 ഇതിലുണ്ട്. ഇവിടെ സെറ്റ് ഇല്ലായിരുന്നു എങ്കിൽ 1 2 3 5 10 ആയിരുന്നെങ്കിൽ 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, 3 എലമെന്റ്, 5 എലമെന്റ്, 10 എലമെന്റ് വരും. പക്ഷെ 3 എന്നുള്ളത് മാത്രം എടുത്താൽ ഈ 3 ഇതിന്റെ ഉള്ളിൽ വേറെ സെറ്റ് അല്ലേ, ഇത് ഇങ്ങനെ ഒരു എലമെന്റ് ആണ്. 3 ഒറ്റയ്ക്ക് ഒരു എലമെന്റ് ആവില്ല. 3 belongs to a ഇതിന്റെ ഫാൾസ് ആണ്, ഫാൾസ് ആണ്. ഓക്കെ, ഇവിടെ സെറ്റ് ഇല്ലായിരുന്നെങ്കിൽ 3 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണെന്നൊക്കെ പറയാം. ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. അടുത്ത 3 5 സെറ്റ് അടക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് ബിലോങ്സ് ടു എ. ഇത് എയിലെ ഒരു എലമെന്റ് ആണ്, ഇത് എയിലെ എലമെന്റ് ആണ്, ഇത് എയിലെ എലമെന്റ്. അതുപോലെ ഈ ഒരു സാധനം ഇങ്ങനെ എയിലെ ഒരു എലമെന്റ് ആണ്. സോ ദിസ് വൺ ട്രൂ ആണ്. ഓക്കെ, 3 5 എയുടെ സബ്സെറ്റ് ആണ്. ശരിയാണോ? സബ്സെറ്റ് ആവണമെങ്കിൽ ആ എലമെന്റ് എഴുതിയിട്ട് അതിന്റെ മുമ്പിലും തുടക്കവും ലാസ്റ്റും ഒരു സെറ്റ് എക്സ്ട്രാ കൊടുക്കും. ഇത് അതുപോലെ എഴുതിയേക്കാണ്. ഇതിൽ ഓൾറെഡി സെറ്റ് ഉണ്ട്, അതുകൊണ്ടേക്കാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇത് അതുപോലെ എഴുതിയേക്കാണ്, അതുകൊണ്ട് സബ്സെറ്റ് അല്ല. ഇത് കറക്റ്റ് അതുപോലെ എഴുതിയ എലമെന്റ് ആയി. സെറ്റിന്റെ എലമെന്റ് അതുപോലെ എഴുതിയ എലമെന്റ്, അതിന് സെറ്റ് എക്സ്ട്രാ കൊടുത്താൽ അത് സബ്സെറ്റ്. സോ ഇത് എലമെന്റ് ആണ്, ഇത് ശരിയാണ്. പക്ഷെ ഇത് ഫാൾസ് ആണ്. ഇനി ഉള്ളൂ സെറ്റിന്റെ എലമെന്റ് അതുപോലെ എഴുതിയതിനു ശേഷം ഒരു സെറ്റ് തുറന്ന് അടച്ചു. ഇതിപ്പോ എന്തായി? സബ്സെറ്റ് ആയി. ഇത് പോവാം. അടുത്തത് 2 എയുടെ സബ്സെറ്റ്. 2 എന്നുള്ളത് എലമെന്റ് അതിലുണ്ട് അല്ലെ, പക്ഷെ അത് സബ്സെറ്റ് അല്ല, എലമെന്റ് ആണ്. 2 എയുടെ സബ്സെറ്റ് ആണോ? അല്ല. 2 belongs to 2 എയിലുണ്ട്. ശരിയാണ്, ട്രൂ ആണ്. സെറ്റ് 2 ഇതിനൊരു സെറ്റ് കൊടുത്താൽ അത് പിന്നെ എലമെന്റ് ആവില്ല. സെറ്റ് കൊടുത്താൽ പിന്നെ എന്താവും? സബ്സെറ്റ് ആവും. സോ സെറ്റ് 2 എന്താണ്? എയുടെ എലമെന്റ് ആണ്, അത് തെറ്റാണ്. സെറ്റ് 2 എയുടെ എന്താ? സബ്സെറ്റ് ആവുള്ളൂ. ഇതാണ് ശരി. അപ്പൊ ആ ഒരു വേർതിരിവ് മനസ്സിലായി. ഇങ്ങനെ സെറ്റ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതുപോലെ സെറ്റിന്റെ എലമെന്റ് അതുപോലെ കൊടുത്താൽ എലമെന്റ്, എക്സ്ട്രാ ഒരു സെറ്റ് സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും കൊടുത്താൽ അത് സബ്സെറ്റ്. ഓക്കെ ഓക്കെ, പെൻഡാഗ്രമാണ്. ഈ സർക്കിൾ മുഴുവനാണെങ്കിൽ എ എന്നുള്ള സെറ്റ്, ഈ സർക്കിൾ മുഴുവൻ ബി എന്ന സെറ്റ്, ഈ ഭാഗമാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ആണ് ഈ കാണുന്നത്. 1 2 3 ഈ മൂന്നും പാടെ ചേർന്നാൽ എ യൂണിയൻ ബി ആവും. ഇത് മാത്രം എ ഇന്റർസെക്ഷൻ ബി. ഇത് മാത്രം, അതായത് ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞാണ്, ഇത് മാത്രം എ എന്ന സർക്കിളിൽ നിന്നും ഇത് ഒഴിവാക്കിയതാണ്. ഇതാണ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ബി മൈനസ് ബി. ബി എന്ന സർക്കിളിൽ നിന്ന് എയുടെ ബാക്കി വരുന്നത് ഈ കാണുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇത് മൂന്നും ചേർന്നാലേ എ യൂണിയൻ ബി ആവും. എ യൂണിയൻ ബി എലമെന്റ്സ് എന്ന ഈ 3 എലമെന്റ്സുകളും ഇവൃത്തവും വൃത്തം കൂട്ടും. അല്ലെങ്കിൽ ഏത്തെ എലമെന്റും ബിത്തെ എലമെന്റും കൂട്ടിയിട്ട് ഇത് കുറച്ചാണ്. അല്ലെങ്കിൽ ഈ സ്പേസും ഇതും ഇതും കൂട്ടാം. എ മൈനസ് ബി, ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബി. എ മൈനസ് ബി എന്ന സ്ഥലവും ബി മൈനസ് എ എന്ന സ്ഥലവും പിന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന സ്ഥലവും, ഈ 3 സ്ഥലങ്ങളുടെ യൂണിയൻ എടുക്കുമ്പോഴാണ് എന്താവുക? എ യൂണിയൻ ബി ആയി. എ യൂണിയൻ ബി ഇത് മൊത്തം സ്ഥലം. ഓക്കെ, ഇതും 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 ചേർന്ന് എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ ചേർന്ന് മൊത്തം യൂണിയൻ. അതാണ് എ യൂണിയൻ ബി. ഓക്കെ, ഇനി ഇത് മൊത്തം എ ആണ് അല്ലെ. അതിൽ നിന്നും ഈ ഭാഗം ഒഴിവാകുമ്പോഴാണ്, മൊത്തം സർക്കിളിൽ നിന്നും ഒഴിവാകുമ്പോഴാണ് എ എന്നുള്ള സർക്കിളിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ നമുക്ക് ഈ ഭാഗം കിട്ടും. ഈ ഭാഗം കിട്ടും. എ എന്നുള്ള സർക്കിളിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോഴാണ് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, അത് മൊത്തം എ എന്നുള്ള സെറ്റിൽ നിന്ന് ഇത്ര ഒഴിവാക്കി. സോ എ മൈനസ് ബി ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയ്ത്ത് എലമെന്റ്സുകളുടെ എണ്ണത്തിൽ നിന്ന് ഇത്ര എലമെന്റ്സ് വേണം 10 എണ്ണം. അതിൽ 3 എണ്ണം ഉണ്ടെങ്കിലോ ആ 10ൽ നിന്ന് 3 ഒഴിവാക്കി. സോ എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് മൊത്തം ബിയുടെ സ്ഥലം. ആ ബിയുടെ സ്ഥലത്ത് നിന്ന് ഇത്ര ഭാഗങ്ങൾ ഒഴിവാക്കുക, എ ഇന്റർസെക്ഷൻ ബി ആണ് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ഥലം കിട്ടുക. ഈ സ്ഥലം ഏതാ? അതിന്റെ ബി മൈനസ് എ. അപ്പൊ ബി മൈനസ് എയുടെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ആളുകൾ ഇത്ര ഒഴിവാക്കും. ബി എന്ന ആളുകളുടെ സെറ്റിൽ നിന്നും എണ്ണത്തിൽ നിന്നും
എ ഇന്റർസെക്ഷൻ ബി ആളുകളുടെ എണ്ണം കുറച്ചാൽ ബി മൈനസ് എ എലമെന്റ്സ് കൂടെ നൽകും. ഓക്കെ, ഇനി ഇത് മാത്രം ഷെയ്ഡ് ചെയ്യാം. അതാണ് എ ഇന്റർസെക്ഷൻ ബി എങ്കിൽ നമ്മൾ പറഞ്ഞതാണ് വേണ്ടത്. ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്താൽ അത് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ അതല്ലാത്ത സ്ഥലം മുഴുവൻ ഷെയ്ഡ് ചെയ്താൽ അതിന്റെ കോംപ്ലിമെന്റ് ആവും. ഇതല്ലേ എ ഇന്റർസെക്ഷൻ ബി, ഇവിടെ മാത്രം ഷെയ്ഡ് ചെയ്താൽ അതാണ് എ ഇന്റർസെക്ഷൻ ബി എങ്കിൽ ഈ ഭാഗം അല്ലാത്ത മൊത്തം ഷെയ്ഡ് ചെയ്യാം. ഇതാ ഇവിടെ ഇവിടെ ഈ ഭാഗം മറ്റും ഇവിടെ മാത്രം ഫ്രീ ആണ്. ഈ ഷെയ്ഡ് കാണുന്ന സ്ഥലം ഇതാണ് എ ഇന്റർസെക്ഷൻ ബി അല്ലാത്ത സ്ഥലം. എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്. ആ എ ഇന്റർസെക്ഷൻ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രം ഇങ്ങനെയാണ്. ഇവിടെയും ചേർന്ന് ഇത്രയും മൊത്തം സ്ഥലമാണ്. ഇത് മൂന്നും ഷെയ്ഡ് ചെയ്യാം. ഇവിടെ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ യൂണിയൻ ബി എങ്കിൽ ഇതല്ലാത്ത ബാക്കി വരുന്ന സ്ഥലം ഷെയ്ഡ് ചെയ്താൽ അതാണ് അതിന്റെ കോംപ്ലിമെന്റ്. ഈ പുറത്തൂടെ വരുന്ന സ്ഥലല്ലേ കണ്ടാ, ഈ ഭാഗം എ യൂണിയൻ ബി എന്ന ഈ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലം എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, ഇനി ഇത് മാത്രം ഷെയ്ഡ് ചെയ്താൽ ഇത് ഏതിന്റെ വേണ്ടായിക്കാം? ഇത് മാത്രം. ഇതല്ലേ എ മൈനസ് ബി, ഇത് മാത്രം എ മൈനസ് ബി. അത് മാത്രമാണെങ്കിലോ ബി മൈനസ് ബി. ഇത് മാത്രം ചെയ്താൽ എ മൈനസ് ബി ആണെങ്കിൽ ഇതല്ലാത്ത ബാക്കി മുഴുവൻ ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഷെയ്ഡ് ചെയ്താ ബാക്കിയുള്ള സ്ഥലങ്ങൾ അതാ ഒഴിവാക്കും കേട്ടോ. ഇത്രയും ഭാഗം ഒഴിവാക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഷെയ്ഡ് ചെയ്താൽ കിട്ടുന്നത് ഇതാണ് എന്ത് ഇതിന്റെ കോംപ്ലിമെന്റ്. ഇത് എ മൈനസ് ബി അല്ലേ? സോ ഈ ഭാഗം ചെയ്ത് അതാണ് എ മൈനസ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഏതാണോ സെറ്റ് അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം ഷെയ്ഡ് ചെയ്ത ഈ റെക്ടാങ്കിളിനുള്ളിൽ ഷെയ്ഡ് ചെയ്ത അതാണ് ഇതിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു. ഓക്കെ.